പ്രപഞ്ചത്തിന്റെ ആകാശമുണ്ടല്ലോ, ഈ ആകാശം ഒരു വലിയ അത്ഭുതമാണ്. ഗസാലി ഇമാമിന് ഒരു കിതാബുണ്ട്, അൽ ഹിക്മത്തു ഫീ മഖ്ലൂഖാത്തിൽ. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആകാശത്തിലേക്ക് ഒരാൾ നോക്കിയാൽ 10 നന്മ അള്ളാഹുവിന് കൊടുക്കുമെന്നാണ്. വെറുതെ ആകാശത്തിലേക്ക് നോക്കി എന്ന് പറഞ്ഞ് വാത് കഴിഞ്ഞ് പോകുമ്പോ ആകാശത്തിലേക്ക് നോക്കി നടന്നുകൊണ്ട് ടിപ്പർ റളിയല്ലാഹു അൻഹു ഒന്ന് കയറി ഇറങ്ങും. അത് വീട്ടില് വെറുതെ ചായയൊക്കെ കുടിച്ച് ഭാര്യയോടൊത്ത് ടെറസിന്റെ മണ്ടയിലിരുന്ന് കപ്പലിലേക്ക് തിന്നുകൊണ്ടിരിക്കുമ്പോ ആകാശത്തിലേക്ക് നോക്കണം. ആകാശം അത്ഭുതമാണ്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ആകാശം കാണാൻ അല്ലാഹ് ഭാഗ്യം കൊടുത്ത, ഈ മുകളിലേക്ക് നോക്കാൻ അല്ലാഹ് ഭാഗ്യം കൊടുത്ത ഒരേ ഒരു സൃഷ്ടി മനുഷ്യരായ നമ്മൾ മാത്രമാണ്. തഴവ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസ്സമാ, മനുഷ്യനു മാത്രം റബ്ബ് ചെയ്ത തകർറുമാ. ലോകത്തുള്ള ആടും എരുമയും പോത്തും പുലിയും ഒന്നും എന്റെ പ്രിയപ്പെട്ടവരെ മലന്ന് ആകാശം കാണാനുള്ള ഭാഗ്യം ലഭിക്കാത്തവരാണ്. ഭാഗ്യം അല്ലാഹു തന്നത്, ആ ഒരു ഭാഗ്യം അല്ലാഹു തന്നത് എനിക്കും നിങ്ങൾക്കും മാത്രമാണ്. മുകളിലേക്ക് നോക്കി. അതുകൊണ്ടല്ലേ അമ്മായി കാണാതെ മരുമോള് മക്കളെ അമ്പിളി അമ്മാവനെ നോക്കും, മോനെ വാ തുറയെന്ന് പറയുമ്പോ ചോറത്തിരി മോന്റെ വായിലും വെച്ചു കൊടുക്കും. മാമി കാണാതെ പകുതി മരുമോളും ഒന്ന് വിഴുങ്ങും. ഇത് ആകാശത്തിലേക്ക് അമ്പിളിയാവനെ നോക്കാൻ പറ്റണോണ്ടല്ലേ ഒരു ജീവിക്കും ലോകത്ത് കഴിഞ്ഞിട്ടില്ല. കഴിയുക ഈ ആകാശം അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു. ഒരു സഹാബി വന്ന് നബിതങ്ങൾ മിമ്പർ നിൽക്കുമ്പോ വന്ന് പറയാ, അള്ളാഹുവിന്റെ റസൂലേ ഹലക്തുൽ അംവാൽ, സ്വത്ത് മുഴുവനും നശിച്ചു പോയി നബിയേ, മഴയില്ല ഫദ്ഉല്ലാഹ ലനാ. അതുകൊണ്ട് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ 2 കൈ റസൂലുള്ളാഹിയുടെ 2 കൈ അങ്ങ് ഉയർന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചുണ്ട് ചലിച്ചു. അല്ലാഹുമ്മസ്കിനാ എന്ന് നബിതങ്ങൾ പറഞ്ഞ ഉടനെ ആകാശം മേഘാവൃതമായി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആകാശത്തിൽ ഒരു മേഘവുമില്ല, വലാ കസ്അത്തിൻ വലാ ശൈഅ, മഴയുടെ ഒരു അടയാളവും ആകാശത്തില്ലായിരുന്നു. മുത്ത് നബി തന്റെ നാവുകൊണ്ട് അല്ലാഹുമ്മസ്കിനാ എന്ന് പറഞ്ഞപ്പോ ആരോ കുത്തിപ്പൊട്ടിച്ച പോലെ വെള്ളം വന്ന് വീഴാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ ഇന്ന് മഴയില്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആരക്കുന്നത്. ആകാശം സ്നേഹിച്ച നബി തങ്ങളുടെ സ്വലാത്ത് എത്ര മജ്‌ലിസില് വല്ലാഹി നിങ്ങൾ പോലും കണ്ടിട്ടില്ലേ? ഉസ്താദുമാര് അതിന്റെ സരസിൽ നിൽക്കുമ്പോ കോരിച്ചൊരിയുന്ന ഇടിയും മഴയും ഇങ്ങനെ വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സരസ് ഒന്നടങ്കം സലാത്ത് ചെല്ലുമ്പോ ആകാശം മഴയെ മാറ്റുന്നത് കണ്ടിട്ടില്ലേ? എന്തോ ഒരു അത്ഭുതമാണ്. പാവല്ല ഉസ്താദൊക്കെ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആൾക്കാർ. അല്ലാഹു പാവല്ല ഉസ്താദ് നമുക്ക് വലിയ പരിചയമൊന്നും കാണൂല. കല്ലമ്പലത്താണ് പാവല്ല, വലിയൊരു മഹാൻ. ഇവിടെ വന്നിരുന്നു അത്ര ഒരു ദുആ. അല്ലാഹു അദ്ദേഹവും ആരിസ് ഉസ്താദിന്റെ ഉസ്താദും ഒരുപോലെയാണ്. ഞാൻ ഉസ്താദ് പഠിച്ച സ്ഥലത്ത് ചന്ദിരൂര് വാതിന് പോയപ്പോ ഉസ്താദിനെ വിളിച്ചപ്പോ പറഞ്ഞു, എന്റെ ഉസ്താദോടൊന്ന് കാണും. ആ ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, പാവല്ല ഉസ്താദിന്റെ അതേ പകർപ്പ് ഒരുപോലെയാണ്. നല്ല രസം, രണ്ടും ഒരുപോലെ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ പ്രിയപ്പെട്ടവര്. നമ്മളൊക്കെ എന്തൊത്താതാ ഒരുത്താതുമല്ല. വല്ലാഹി നമ്മളൊക്കെ ഇങ്ങനെ ദറസിൽ പഠിക്കുമ്പോഴും പ്രസംഗവും ഓതുകയല്ല ഓടുകയായിരിക്കും. നമ്മുടെ കയ്യിലൊന്നും ഒന്നുമില്ല, ആരെയും വെല്ലുവിളിക്കാനുള്ള ഇൽമൊന്നും എന്റെ പ്രിയപ്പെട്ടവർ എന്റെ കയ്യിൽ. പിന്നെ പഠിച്ചത് നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ, അല്ലാതെ ഒന്നുമില്ല. അതിനുള്ള നേരമൊന്നുമില്ല. ആരാ പഠിക്കുക? അവരൊക്കെ വലിയ വലിയ മഹാനുഭാവന്മാർ. പാവലോസ്ഥാന നാട്ടിൽ ഇപ്പൊ കല്ലമ്പലം പുതുശ്ശേരി മുക്കിൽ വാതിന് പോയി. കല്ലമ്പലം കഴിഞ്ഞ് വീണ്ടും 1 കിലോമീറ്ററിന് അടുത്ത് വരെ മഴ. അവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പന്തല് കെട്ടട്ടെ എന്ന് വെച്ചപ്പോ പാവലോസ്താദ് പറഞ്ഞു, അത്രേ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പരിപാടിയല്ല, ഒരു 15,000 രൂപയെങ്കിലും കിട്ടി അത്രയാവൂലേ, അതിന് പന്തല് കിട്ടിയ സ്ഥലം മഴ പെയ്യാണെങ്കിൽ അതൊക്കെ അല്ലാഹു തആല നോക്കും.
സുബ്ഹാനല്ലാഹ്, മഹാന്മാരുടെ ആ വാക്കുണ്ടല്ലോ, അതിന് വലിയ പുണ്യമാണ്. അവരൊക്കെ റബ്ബ് ഇഷ്ടപ്പെട്ടവർ പറഞ്ഞാൽ അത് പിന്നെ അള്ളാഹു കേൾക്കൂലേ? നമ്മൾ ആലോചിക്കൂ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ചില ഉമ്മമാരുണ്ട്, ജിന്നുമ്മ ഉന്നുമ്മ എന്ന് പറഞ്ഞ പോലെ ഉമ്മമാരുടെ ഒക്കെ വിലസുന്നുണ്ട്. അള്ളാഹ് അവര് പറഞ്ഞു, ഞാൻ മക്കയിൽ പോയപ്പോ ഹൗദുൽ കൗസർ എന്റെ അടുത്ത് വന്നു, അജറുൽ അസ്വദ് എണീച്ചെന്ന് സലാം പറഞ്ഞു, സംസം വെള്ളം എന്നെ കൊണ്ട് കുളിപ്പിച്ചു എന്നൊക്കെ പറയും. അതൊക്കെ ആ അടി കിട്ടാത്തതിന്റെ കുറവാണ്. ചില ഉമ്മാമാര് അവരെ തന്നെ ക്യൂ ആണ്, വരിയാ പോയി നിൽക്കണ കാണാം. ഇവിടെ പോവാ, ഞാൻ മറ്റേ അവരെ വീട്ടിൽ പോവാണ്. അവർ അർഹമ ഓതിയപ്പോ ഇന്നലെ 3 മലക്കുകൾ ഇറങ്ങി വന്ന് അവരെ തലോടി കൊടുത്തു. അള്ളാഹു കാക്കട്ടെ. നല്ലവരുണ്ട്, നല്ലവർ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കത്തില്ല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. ഈ പരിസരത്തുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പണ്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ, വാവറമ്പലം ഭാഗത്തൊക്കെ കുറെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. സഹോദരിമാരൊക്കെ ഓടി നടന്ന് ഓട്ടമായിരുന്നു. അപ്പം മാറും അപ്പം മാറും, ഓടിച്ചെന്ന് എല്ലാം മരുന്ന് വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു, എന്തൊരു ബഹളമായിരുന്നു. എല്ലാം ഈ ആവേശമാണ്. 2-3 ആഴ്ച കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ എന്തിനാ നമ്മുടെ വിശ്വാസം കൊണ്ടുപോയി നശിപ്പിക്കാൻ? എന്നല്ല, മഹാനുഭാവന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊന്നും ഇങ്ങനെ ആഭാസം പറഞ്ഞ് നടക്കൂല. ആകാശം അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു മഴ പെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 6 ദിവസം വരെ സൂര്യനെ പിന്നെ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, മഴയോട് മഴ. അവസാനം ഇയാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ ഹലക്തുൽ അംബാൻ, ഇത്രയും നാളും മഴ പെയ്യാതെ സ്വത്ത് കഴിച്ചു, ഇപ്പൊ മഴ പെയ്ത് സ്വത്ത് കഴിച്ചു. അതുകൊണ്ട് ഒന്ന് ദുആരക്കണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. പെരുമഴയത്ത് നമ്മൾ ദുആ ചെയ്യാനുള്ള ഇതാ, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന.